സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നിത്യജീവിതത്തിന് ഉപകരിക്കുന്ന ശക്തി ആരാധനയിൽ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ദേവി മാഹാത്മ്യത്തിനെ കുറിച്ചാണ്. മാർക്കാണ്ഡേയ പുരാണത്തിലെ 13 അധ്യായങ്ങളാണ് ദേവി മാഹാത്മ്യം. ഈ ദേവി മാഹാത്മ്യത്തിനെ എങ്ങനെ ഉപാസിക്കണം എന്നുള്ളതാണ് പറയാൻ. ദേവി മാഹാത്മ്യത്തിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രഥമ അധ്യായം മുതൽ 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളെ താമസ ശക്തി, രാജസ ശക്തി, സാത്വിക ശക്തിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അധ്യായം താമസ ശക്തിയാണ്. 2, 3 അധ്യായങ്ങൾ, 4 അധ്യായങ്ങൾ രാജസ ശക്തിയാണ്. 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ സാത്വിക ശക്തിയാണ്. ഇതിനെക്കുറിച്ചാണ് ദേവി മാഹാത്മ്യത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നത്. ദേവി മാഹാത്മ്യം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, പാരായണ വിധി അനുസരിച്ച് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി ജപിക്കേണ്ടത് അർഗളം, കീലകം, കവചം സ്തോത്രങ്ങളാണ്. അർഗളം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവി ആരാധനയ്ക്ക് തടസ്സമില്ലാതിരിക്കാൻ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലുന്നതാണ് അർഗളം. അതൊരധ്യായം. പിന്നെ കീലകം എന്ന് പറഞ്ഞാൽ ആണി എന്നർത്ഥം. ഓടി നടക്കുന്ന മനസ്സിനെ അമ്മയുടെ തൃപ്പാദത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്, ഉറച്ചു നിർത്താൻ പ്രാർത്ഥിക്കുന്നതാണ് കീലക മന്ത്രങ്ങൾ. പിന്നെ കവചം, ദേവി ആരാധനയ്ക്ക് ഈ ശരീരവും മനസ്സും ശാന്തമായിരിക്കാൻ ഈ ശരീരാവയവങ്ങളെയും ആന്തരിക അവയവങ്ങളെയും എല്ലാം രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കവച സ്തോത്രം. അപ്പോ ഇതിന്റെ പാരായണ ക്രമം എങ്ങനെയാ കഴിഞ്ഞാൽ ആഴ്ചമുറ പ്രകാരം ഞായറാഴ്ച ദിവസം അർഗളം, കീലകം, കവചം എന്ന 3 അധ്യായങ്ങളും ദേവി മാഹാത്മ്യത്തിലെ പ്രഥമ അധ്യായം ആണ് ആദ്യത്തെ ദിവസം വായിക്കുക. അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം മഹിഷാസുരവധം എന്നറിയപ്പെടുന്ന 2, 3 അധ്യായങ്ങൾ, രാജസ ശക്തി എന്നറിയപ്പെടുന്ന 2, 3 അധ്യായങ്ങൾ. ചൊവ്വാഴ്ച തുടർന്ന് ആ മഹിഷാസുരമർദ്ദനം കഴിഞ്ഞ ദേവിയെ സ്തുതിക്കുന്ന ആ മഹിഷാസുര സ്തുതിയാണ് 4-ാം അധ്യായം. ചൊവ്വാഴ്ച ഒരൊറ്റ അധ്യായം. ബുധനാഴ്ച 5, 6, 7, 8 എന്ന് പറയുന്ന 4 അധ്യായങ്ങൾ. അവിടുന്ന് തൊട്ടിട്ട് സാത്വിക ശക്തി തുടങ്ങാം. അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച 9, 10, വെള്ളിയാഴ്ച ഏകാദശാധ്യായം എന്നറിയപ്പെടുന്ന നാരായണീ സ്തുതി എന്നറിയപ്പെടുന്ന അധ്യായം വെള്ളിയാഴ്ച, ശനിയാഴ്ച 12, 13 അധ്യായങ്ങൾ. ഈ ദേവി മാഹാത്മ്യത്തിന് എന്താ അത്ര പ്രാധാന്യം വരാൻ കാരണം? അതൊരു കഥയുണ്ട്. ഒരു രാജാവ് തൻ്റെ സകല വസ്തുക്കളും നശിച്ച് ആ കൊട്ടാരത്തിൽ നിന്ന് പോരേണ്ടി വന്നു. മന്ത്രിമാരും രാജാക്കന്മാരും എന്തിനേറെ തൻ്റെ കുടുംബം പോലും എതിരായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലെത്തിയിട്ടും മനസ്സമാധാനമില്ല. തൻ്റെ വീടിനെ കുറിച്ച് ഓർമ്മ വരുന്നത്, വിഷമിച്ചിങ്ങനെ ഇരിക്കുക. തൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ടാവും, തൻ്റെ കുതിരകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഖജനാവ് എന്താവും, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആ രാജാവ് അവിടെ നിൽക്കുന്നു. ആ സമയത്ത് അവിടേക്ക് ഒരു കച്ചവടക്കാരൻ എത്തിച്ചേരുന്നു. ആ കച്ചവടക്കാരൻ അധ്വാനിച്ച് കുറെ പൈസ ഉണ്ടാക്കി. ആ പൈസ മുഴുവൻ അനാവശ്യമായി നശിച്ച് എല്ലാവരും കട്ടെടുത്തു. കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു, നാട്ടിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെട്ടു. രക്ഷയില്ലാതെ രാജാവിനെ പോലെ തന്നെ അവനും കാട്ടിലെത്തുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അവരവരുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ചർച്ച ചെയ്യുന്നു. ഇതിനുള്ള അറുതി എന്താണ്? ഇവിടെ വന്നിട്ടും ഇത്രയും നമ്മെ ഉപദ്രവിച്ചവരെ പോലെ തന്നെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിന് എന്ത് ചെയ്യണം, ഇതിനുള്ള മരുന്ന് എന്താണ് എന്ന് അന്വേഷിച്ച് ഒരു മഹർഷിയുടെ അടുത്തെത്തുന്നു. ആ മഹർഷി അവർക്ക് വേണ്ടതായ ഉപദേശം നൽകുന്നു.
ശക്തി ആരാധനയാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്. ആപദീക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. ആപദി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. ആപത്ത് കാലത്ത് അമ്മയെന്നല്ലേ വിളിക്കുക. യാചകന്മാര് വീട്ടിൽ വന്നാൽ എന്താ വിളിക്കുക? യാചകന്മാര് വിളിച്ചാൽ അമ്മയെന്നല്ലേ വിളിക്കുക. എന്താ ആപത്ത് വരുമ്പോഴും നമ്മുടെ നാവിൽ നിന്ന് ആദ്യം വരുന്ന വാക്കാണ് അമ്മ എന്ന് പറയുന്ന വാക്ക്. അങ്ങനെ ഈ രാജാവും ഈ കച്ചവടക്കാരനും കൂടി ആ മഹർഷിയുടെ അടുത്തെത്തുന്നു. മഹർഷിയുടെ ഉപദേശപ്രകാരം അവര് തപസ് ചെയ്യുന്നു. ദേവി പ്രത്യക്ഷമായിട്ട് രാജാവിനോട് ചോദിച്ചു എന്താ വേണ്ടേന്ന്. രാജാവ് പറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ട ഒക്കെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. എൻ്റെ ധനം, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികള് എല്ലാം തഥാസ്തു എന്ന് പറഞ്ഞു. എന്നാൽ കച്ചവടക്കാരനെല്ലാം നശിച്ച കച്ചവടക്കാരനോട് ചോദിച്ചു നിനക്കെന്താ വേണ്ടേന്ന്. പറഞ്ഞു എനിക്ക് ജ്ഞാനം ദേഹി, അറിവ് തരണേ എന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോരുത്തരും എന്താണോ ആവശ്യപ്പെട്ടത് അതങ്ങോട്ട് കൊടുത്തു. ഈ ദേവി മാഹാത്മ്യം ഈ 13 അധ്യായങ്ങൾ ആഴ്ചമുറ പ്രകാരം വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അത് നടക്കാത്തവരുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം നാരായണീ സ്തുതി എന്ന് പറയുന്ന 11-ാം അധ്യായം സ്ഥിരമായി വായിക്കുക. എല്ലാ അപകടങ്ങളിൽ നിന്ന് കിട്ടാനും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളെ നമുക്ക് കിട്ടാനും നമ്മെ സഹായിക്കുന്ന, അതുപോലെ പ്രേതബാധാദികളിൽ നിന്ന് ഒരു പൈസ പോലും ചെലവാക്കാതെ, ഒരു ഉച്ചാരണത്തിനും ആവാഹനത്തിനും നടക്കാതെ ഈ ദേവി മാഹാത്മ്യം അതിന്റെ ചിട്ടയോടുകൂടി അർഗളം, കീലകം, കവചം എന്ന 3 അധ്യായങ്ങളും ആ പ്രഥമ മുതൽ 13 അധ്യായങ്ങളും വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ സാധിച്ചാൽ ശുദ്ധിയോടുകൂടി, മനഃശുദ്ധിയും ശരീരശുദ്ധിയും ദേവി ആരാധനയ്ക്ക് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അത് സന്ധ്യ സമയത്താ ജപിക്കുന്ന വെച്ചാൽ ഇരട്ടി ശക്തിയാണ്, സംശയിക്കണ്ട. ലളിതാ സഹസ്രനാമം കൂടെ ചെല്ലാൻ പറ്റിച്ചാൽ ലളിതാ സഹസ്രനാമം ചെല്ലുക. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് ആ ജീവിതം ധന്യമാക്കാൻ അമ്മയെ ആരാധിക്കാതെ ജീവിതം ധന്യമാകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുതേ. ബാക്കി ഏത് മൂർത്തികളാ, ഇപ്പൊ ഗുരുവായൂരമ്പലത്തിൽ വന്നാലും ഇടത്തരികത്ത് അമ്മയായിരിക്കരുത്. ഇടത്തരികത്ത് കാവിൽ അമ്മ അവിടെയും എവിടെ ചെന്നോളൂ. അമ്മയുടെ ആ ശക്തി ഇല്ലാതെ ഇനി വിഗ്രഹം നോക്കിക്കോളൂ. വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ എവിടെയാ? പീഠമാരാ? അമ്മ, പ്രകൃതി. അപ്പൊ അതുകൊണ്ട് എവിടെ തന്നെ എന്നാലും അമ്മയുടെ അനുഗ്രഹമില്ലാതെ ജീവിതം ധന്യമാക്കുകയില്ല. ഈ ജീവിതത്തിനെ മാധുര്യമുള്ളതാക്കാൻ, ആനന്ദപൂർണമാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ദേവി മാഹാത്മ്യ പാരായണം. ഈ പുസ്തകം അർത്ഥത്തോടുള്ള കിട്ടാനുണ്ട്. ഈ പുസ്തകമൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചുകൊണ്ട് വരും തലമുറകളെ ഇത് ചൊല്ലിപ്പഠിപ്പിക്കുക. അവർ ജീവിതത്തിൽ ആനന്ദമുണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേവി മഹാത്മ്യത്തിനെ ആ ഭക്തജന സമക്ഷം സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.